ഇന്ന് നമ്മൾ നല്ല നാടൻ വരാല് പൊള്ളിക്കാൻ പോയാണ് കേട്ടോ. അപ്പൊ അതിന് 2 നാടൻ വരാലെടുത്ത് നമ്മളിത് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മളിത് മിക്സിയിലറിഞ്ഞിട്ട് അടിക്കാൻ പോകണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി. അപ്പോൾ നമ്മൾ കൊച്ചുള്ളി നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചതച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ 2 പച്ചമുളകും 2 തക്കാളിയും കൂടെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വേപ്പില കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് കുരുമുളക് ചതച്ചെടുക്കുവാണ്. നമ്മളിത് 2 സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി ഇടുവാണ് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുരുമുളകില്ലേ, നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുരുമുളക് അതിലേക്ക് ആഡ് ചെയ്യുവാണ്. നമ്മളിത് കുറച്ച് പുളി വെള്ളത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയും വെള്ളവും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ് കേട്ടോ. ഈ പുളിയൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ട് നല്ല മീനിലൊക്കെ നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടംപുളിയാണ് ഇടുന്നത്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് നല്ല മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വരാല് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വരാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇത് വരാലൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ മീനാക്ഷിയോട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഈ വരാല് അതേപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഇടുവാണേ. ആദ്യക്കുട്ടൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്ന് നമുക്ക് വരാല് പിടിച്ചിട്ട് അത് മുറിക്കാതെ നമുക്ക് ഉരുളി വെച്ച് പൊള്ളിക്കണമെന്നുള്ളത്. അത് 2 വരാലുണ്ട്. ഏകദേശം 1.25 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. 2 കൂടെ 1.25 മേളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ വെച്ച് പൊള്ളിക്കാൻ പോകണേ. അപ്പോൾ നമ്മളിത് അരപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ആ വരാലിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ തിളച്ച അരപ്പ് നമ്മൾ ഒഴിക്കുവാണേ. നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ തിളച്ച് വരാല് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവാണ്. അരപ്പൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ചുറ്റിച്ച് വെക്കുവാണ്. നമ്മൾ ഈ തവി കൊണ്ട് ഇളക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വരാലത് നമ്മൾ തിരിച്ചിടുവാണ് കേട്ടോ. ഇപ്പോഴത്തെ വശം കൂടെ ഒന്ന് വേഗണ്ടേ. തിരിച്ചിടുമ്പോൾ ഇത് പൊടിയാതെ സൂക്ഷിക്കണം. നമ്മളത് ഇതിലോട്ട് കോരി ഒഴിച്ച് ഇത് ബാക്കിയുള്ള വശമൊക്കെ വേവിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ വരാല് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് ആദ്യക്കൂട്ടനായിട്ട് ചോദിക്കാം. അവൻ പറയും എങ്ങനെ കഴിക്കണമെന്നുള്ളത്. അവൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇന്ന് ഇത് മുറിക്കാതെ തന്നെ പൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. കൂട്ടാ, ഈ വരാല് നമുക്ക് എങ്ങനെ കഴിക്കണമെന്നാണ് ആദ്യക്കൂട്ടം പറഞ്ഞത്. എന്തിലേല്? വാഴയില വെട്ടി അതിനകത്തോട്ടിട്ട് തിന്നണമെന്നാണ് ആദ്യക്കൂട്ടം പറയണത്. അപ്പോൾ നമ്മളിത് വാഴയില വെട്ടാൻ പോയാണ്. വാഴയില വെട്ടിയിട്ട് അതിനകത്തോട്ടിട്ടിട്ട് നമ്മൾ വരാലിന് തിന്നും. അപ്പോൾ നമ്മൾ ആദ്യക്കൂട്ടം പറഞ്ഞ പോലെ തന്നെ വരാലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. മുറിക്കാതെ തന്നെ നമ്മൾ ഉരുളിനകത്ത് വെച്ച് പൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരില വെട്ടിയിട്ടിട്ട് അതിൻ്റെ അകത്ത് ചോറിട്ട് വരാലും കൂടെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇല അപ്പോൾ നമ്മളത് ചോറിടിക്കുന്നുണ്ടാ. പോരെ
ഇത് നമ്മുടെ വരാല് നമ്മൾ വെക്കാനായിട്ടത്. ആദ്യക്കൂട്ടം പറഞ്ഞ പോലെ നമ്മൾ വരാലിന് നമ്മൾ കുറച്ച് ചിക്കൻ കറി കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേ ആദ്യക്കൂട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വരാല് വലുതാക്കി തന്നെ പൊള്ളിച്ചിട്ടുണ്ട്, ഇലയിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് മൊത്തം കഴിക്കുവാ? അപ്പൊ അതേ നമ്മുടെ വരാല് ഇങ്ങനെ മുറിക്കാതെ തന്നെ പൊള്ളിച്ചതാണത്, ഇലയിൽ വെച്ചിട്ട് പൊള്ളിച്ചതാണത്. അപ്പൊ ചോറും കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യക്കൂട്ടൻ കഴിക്കാൻ പോകുന്ന ആദ്യക്കൂട്ടന് പൊളിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ കൊള്ളാമോ? എന്ന് നോക്കട്ടെ. നമ്മുടെ ഗ്രേവി മുളകൊക്കെ പറ്റില്ലേ, ഗ്രേവിയൊക്കെ നോക്കിയിട്ട് സൂപ്പറാണ് കേട്ടോ, അടിപൊളി. ആ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വരാല് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇലയുടെ അകത്ത് കഴിക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ 4 പേരും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഓരോ ഇല വെട്ടിയിട്ട് അതിനകത്ത് ചോറിട്ട് വരാല് പൊള്ളിച്ചൊക്കെ ഞങ്ങൾ കഴിക്കണത്. കിച്ചു നോക്കിക്കേ, എങ്ങനെയുണ്ടാ? കൊള്ളാവോ വരാല്? സൂപ്പർ സാധനം. ഇതുവരെ ഞാൻ ഇങ്ങനെ സാധനം കഴിച്ചിട്ടില്ല. അതിക്കൂട്ടെ എങ്ങനെയുണ്ട്? കൊള്ളാവാ? അടിപൊളിയാണോ? നമുക്ക് ഇനി ഇങ്ങനെ കഴിച്ചാ പോരെ? ഇനി നമുക്ക് എപ്പോ പിടിക്കണം? ഹായ് ഗൈസ്, അപ്പതേ നമ്മുടെ വരാല് പൊള്ളിച്ചതും കൂട്ടിയുള്ള ചോറൂണ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പതേ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വരാല്. 2 ഉണ്ടായിരുന്നു, ഒരെണ്ണേ നമ്മളിന്ന് എടുത്തിട്ടുണ്ട്. അല്ലേ, ഇതായിരുന്നു. അവനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യക്കൂട്ടൻ്റെ ആഗ്രഹമായിരുന്നു ഇതുപോലെ വരാല് പൊള്ളിച്ചിട്ട് നമ്മൾ എല്ലാരും കൊണ്ട് ഇല വലിയൊരു ഇല വെട്ടിയിട്ട് ഇലയിൽ വെച്ച് കഴിക്കണമെന്നുള്ള. അല്ലേ, ഇഷ്ടപ്പെട്ട? കൊള്ളാമായിരുന്ന? അടിപൊളിയായിരുന്ന? അപ്പൊ ഇനി കിട്ടുമ്പോഴും നമുക്ക് ഇതുപോലെ ചെയ്താലേ? സൂപ്പറാണ്. അപ്പൊ അവരോട് നമുക്കെന്ന് പറഞ്ഞ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പൊ നമ്മുടെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമുക്ക് ഇനി നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ, ബൈ.